യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നാളുകളിലെ സഭായോഗത്തിൽ നമ്മെ അനുഗ്രഹിച്ച, നമ്മെ വിടുവിച്ച ദൈവസാന്നിധ്യം നമ്മുടെ മേൽ പകർന്ന കർത്താവ് ഈ സഭായോഗത്തിലും നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി, ആ ദൈവസാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കേണ്ടതിനായി ഈ പ്രാരംഭ നിമിഷങ്ങളിൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അല്പസമയം നമ്മുടെ ഹൃദയം നിറഞ്ഞ് അധരങ്ങളിലൂടെ നമുക്ക് കർത്താവിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിന്നിട്ട നാളുകളിൽ എത്ര നന്മകൾ, എത്ര അനുഗ്രഹങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നു. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ കർത്താവ് നമുക്ക് നൽകി തന്നില്ലേ? എണ്ണിയാൽ തീരാത്ത നന്മകൾ കർത്താവ് നമുക്ക് നൽകി തന്നില്ലേ? നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. എവിടെയൊക്കെ ദൈവത്തിൻ്റെ നാമത്തെ അവൻ ഉയർത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ, ഈ സഭായോഗത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ അസാധാരണമായൊരു ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ദൈവം പകരപ്പെടേണ്ടതിനായിട്ട് നമ്മുടെ അധരങ്ങൾ തുറന്ന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം അസാധാരണമായ ദൈവപ്രവർത്തികൾ നടന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ഈ സഭായോഗത്തിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക, ദൈവത്തിൻ്റെ നാമത്തെ മഹിമപ്പെടുത്തുക. ഇന്ന് പകലിൽ എല്ലാ അധരങ്ങളും തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവേ, ഞങ്ങളുടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹിമപ്പെടുത്തുകയാണ്. എല്ലാ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണപ്പാ. ഇന്നലകളിൽ ഞങ്ങളായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതിനായി നന്ദി. എല്ലാ നന്മകൾക്കായി നന്ദി. പറഞ്ഞു തീരാത്ത ദൈവിക ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് പകരമായി അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തെ സ്തുതിപ്പാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ. തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറവുകളെയും കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കർത്താവ് ഞങ്ങളെ കഴുകുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണപ്പാ. എല്ലാവരെയും ഞങ്ങൾ കർത്താവിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണപ്പാ. അവരുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ചില നല്ല നിമിഷങ്ങൾ കർത്താവ് നൽകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അസാധാരണമായ ദൈവ സാന്നിധ്യം എല്ലാവരും അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം സമസ്ത മേഖലകളിലും വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ തിരുസന്നിധിയിൽ ഞാൻ ഇന്ന് കുമ്പിടുന്ന എന്ന മനോഹരമായ ഗാനമാണ്. സ്തോത്രം. ഈ ലോകത്തിലെ സകല സൃഷ്ടികളോടും അവൻ ആ സൃഷ്ടികളെല്ലാം കുമ്പിടേണ്ടത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. സ്തോത്രം. ആ കർത്താവ് നമ്മളെ സ്നേഹിച്ചു, ആ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. അത് നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ മഹാദയയാണ്, ദൈവത്തിൻ്റെ മഹാകൃപയാണ്. സ്തോത്രം. ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിൻ തിരുസന്നിധിയിൽ ഞാൻ ഇന്ന് കുമ്പിടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു.
യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ തുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. വൻ തുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹമഹാരമേ. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹമഹാരമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ലോകത്തിൻ ഇമ്പം ദുഃഖം ക്രൂശിൽ ചുമന്നൊഴിച്ചു. ലോകത്തിൻ ഇമ്പം ദുഃഖം ക്രൂശിൽ ചുമന്നൊഴിച്ചു. നിന്നാമമെന്നെന്നും വാഴ്ത്തി വണങ്ങിടും യേശുവിൻ പാദത്തിങ്കൽ. നിന്നാമമെന്നെന്നും വാഴ്ത്തി വണങ്ങിടും യേശുവിൻ പാദത്തിങ്കൽ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ.
സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, യേശുരാജാവിന് യേശുരാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. ഓ നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ എന്തുള്ളൂ. ആകുല വേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുല വേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം. നീ എന്നെ സ്നേഹിപ്പാൻ, ഓ നീ എന്നെ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ,
അങ്ങ് ഞങ്ങളെ സ്നേഹിപ്പാൻ, അങ്ങ് ഞങ്ങളെ കരുതാൻ, അങ്ങ് ഞങ്ങളെ പുലർത്താൻ, ഇത്രത്തോളം ഞങ്ങളെ നടത്താൻ ഞങ്ങളിൽ ഒരു യോഗ്യതയും പറയാനില്ല. അങ്ങ് ഞങ്ങളെ സ്നേഹിപ്പാൻ, അങ്ങ് ഞങ്ങളെ ഓർക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ എന്തുണ്ട്? ഇരുളിൽ കിടന്ന, ഇരുളിൻ്റെ ആധിപത്യത്തിൽ കിടന്ന ഞങ്ങളെ ആ പഴയ അടിമ ചങ്ങലയിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് മാറ്റിവെച്ചു എന്ന് കൊലോസ്യ ലേഖനം 1:12 വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഇരുട്ടിൽ കിടന്ന ഞങ്ങളെ, ഇരുട്ടിൽ കിടന്ന ഒരു യോഗ്യതയും പറയാനില്ലാതിരുന്ന ഞങ്ങളെ ഇരുളിൻ്റെ ആധിപത്യത്തിൽ അടിമക്കളത്തിൽ കിടന്ന ഇന്ന് പകലിലും എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ആ ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ നാം ആരാധിക്കുന്ന ദൈവം സ്തുതികളുടെ മീതെ അധിവസിക്കുന്ന ദൈവമാണ്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ എന്തായിരുന്നു? ഇന്ന് പകലും അത് ഓർത്തു കഴിഞ്ഞാൽ ആരാധന തന്നെ വരും. അതൊക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഭാവങ്ങൾ തനിയെ മാറും. അതെല്ലാം ഒന്ന് വിചാരിച്ചാൽ നമുക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇത്ര വലിയ ദൈവത്തെ, സറാഫുകൾ രാപ്പകൽ ഭേദമന്യേ പരിശുദ്ധൻ 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 എന്നാർത്തുല്ലസിക്കുന്ന ഈ ദൈവത്തെ ആരാധിക്കാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും സാത്താന്യ അടിമത്വത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് ഇന്ന് പകൽ നാം ആയിരിക്കുന്ന ഈ സ്ഥാനത്ത് ദൈവം നിർത്തിയത് ഓർക്കുമ്പോൾ വീണ്ടും ആ പഴയ അടിമത്വത്തിലേക്ക് മടങ്ങിപ്പോകാനല്ല, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. കാരണം സാധ്യതയുണ്ട് വലിച്ചു കൊണ്ടുപോകാൻ. പൈശാചിക അടിമത്വങ്ങൾ പിന്നെയും നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിൽ ഉറച്ചു നിൽപ്പിൻ എന്ന് വചനം എടുത്തു പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ വീഴാതെ ഞങ്ങളെ അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നാം ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കുമ്പോൾ സ്തുതികൾക്ക് മീതെ അധിവസിക്കുന്ന സർവശക്തനായ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന, പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ എനിക്ക് തന്ന, എൻ്റെ നാവിൽ സ്തുതി തന്ന ആ ദൈവത്തെ ഒരുമിച്ച് ചേർന്ന് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിന് യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിന് യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിന് യഹോവയെ. എൻ യാത്രയതിൽ പാടുമേ നിന്റെ ദിനവും പാരിടത്തിൽ, എൻ യാത്രയതിൽ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിന് യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിന് യഹോവയെ. പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മാറുന്നു ഞാൻ ഇരുതിനായോടുന്നു. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാൽ ക്ലേശങ്ങൾ മാറുന്നു ഞാൻ ഇരുതിനായോടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, സർവമഹത്വത്തിന് യഹോവയെ. സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, സർവമഹത്വത്തിന് യഹോവയെ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന, കരുണയിൽ കണ്ണുള്ള കാരുണ്യവാരിതേ. കണ്ണുനീർ കാണുമ്പോൾ ഒരുമിച്ച് ചേർന്ന് പാടി. എന്റെ ദൈവവും ശാശ്വത പാറയുണ്ട്, നിന്നിൽ ഞാൻ മാറയുന്നു ശാശ്വത രക്ഷയ്ക്കാൻ. എന്റെ ദൈവവും ശാശ്വത പാറയുണ്ട്, നിന്നിൽ ഞാൻ മാറയുന്നു ശാശ്വത രക്ഷയ്ക്കാൻ. സ്തുതികളിന്മേൽ വസിക്കുന്ന
അവനെ സർവമഹത്വത്തിനെ യഹോവയെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവയെ പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ വിശ്വാസ നായക നിന്നിൽ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ വിരുദിനായി ഓടുന്നു വിശ്വാസ നായക നിന്നിൽ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ ഓ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ ഓ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ഓ ചെങ്കടൽ പിളർന്നു നല്ല തൂവന്നിലമാക്കി ശങ്കയെ തൻ ജനത്തെ നടത്തിയോനെ ചെങ്കടൽ പിളർന്നു നല്ല തൂവർന്നിലമാക്കി ശങ്കയെ തൻ ജനത്തെ നടത്തിയോനെ മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ ഓ മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ഓ തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ ശക്തന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ ശക്തന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ഓ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ വാഴ്ചയേകി സ്വർഗസ്ഥാനം തീരുത്തിയോനെ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ വാഴ്ചയേകി സ്വർഗസ്ഥാനം തീരുത്തിയോനെ വൈരിയിന്മേൽ ജയം തന്ന യേശുരാജനെ വൈരിയിന്മേൽ ജയം തന്ന യേശുരാജനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും കർത്തനെ വാഴ്ത്തി ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ഓ കർത്തനെ വാഴ്ത്തി ഒരുമിച്ച് ഇന്ന് മകൻ ചേർന്ന് ഒരാഴ്ച മുഴുവൻ നമ്മെ നടത്തിയ ദൈവത്തെ ഇന്ന് മകൻ ചേർന്ന് സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ഒന്ന് ആരാധിച്ച് താഴ്ചയിൽ നമ്മളെ ഓർത്തവൻ നമ്മുടെ വീഴ്ചയിൽ നമ്മെ താങ്ങിയവൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിന്റെ വീഴ്ചയിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്നും വിടുവിച്ച ആ തുല്യ സ്നേഹത്തെ ഓർത്തുകൊണ്ട് അചഞ്ചലമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ ഒരുമിച്ച കരങ്ങൾ തട്ടി ആത്മാവിന്റെ നിറവോടെ ശക്തിയോടെ ചേർന്ന ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്തുതികൾക്ക് മീതെ അധിവസിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവം ഇന്ന് പകൽ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ തലമുറകളുടെ മേൽ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഒന്ന് ചലിക്കട്ടെ ആ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഒന്ന് ചലിക്കട്ടെ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അസാധാരണമായ ഒരു ദൈവാത്മ പ്രവൃത്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഈ സമയങ്ങളിൽ അത് വെളിപ്പെട്ടു വരട്ടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് ആരാധനകൾ
ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് സ്തുതികൾക്ക് യോഗ്യൻ, അങ്ങ് ബഹുമാനത്തിന് യോഗ്യൻ, അങ്ങ് സ്തോത്രത്തിന്, അങ്ങ് പുകഴ്ചകൾക്ക്, ആദരവുകൾക്ക് യോഗ്യനായ ദൈവത്തെ ഞങ്ങൾ 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 ചേർന്ന് ആരാധിക്കുന്നു. We worship you, Jesus. We worship you, Jesus. We worship your name. Hallelujah. Oh, Rabba Shandela Diara Manahandel Pramanayate. Oh, Rimana Shandela Ganathala Dhala. Brahmasiyate. Oh, hallelujah. Parishutan, 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 Parishutan. Oh, Parishutan, 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 Parishutan. Angga Parishutan, Angga Parishutan, Angga Parishutan, Angga Parishutan. Oh, Ramasiyate. Hallelujah. Oh, we lift your holy name. We lift your holy name. We lift your holy name. Oh, Ramasiyate. Thank you, Jesus. Oh, thank you, Jesus. We thank you, Jesus. കർത്താവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങയെ പുകഴ്ത്തുകയാണ്, നന്ദിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ വളരെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ പാടി ആമേൻ കർത്തനെ വാഴ്ത്തി വണങ്ങുമ്പോൾ സ്തോത്രം. ആമേൻ നമ്മുടെ മുമ്പിലുള്ള ചില ചെങ്കടലുകൾ ആമേൻ വഴിമാറേണ്ടതിനായി ആമേൻ തീക്കൽ പാറയിൽ നിന്നും വെള്ളത്തെ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല കർത്താവ്, ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ വലിയ ചില ദൈവപ്രവർത്തികളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. എല്ലാം ജീവിതത്തിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കേണ്ടതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവൻ തിരുവചനം ഇങ്ങനെ പറയുന്നു, ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവൻ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവ്. അവൻ ഇന്നലകളിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അവൻ ആ പ്രാർത്ഥനയുടെ മറുപടി തന്ന കർത്താവ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവപ്രവർത്തികളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവൻ ഈ നിമിഷങ്ങളിൽ വലിയ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അളവ് പിന്നെയും വർദ്ധിച്ചു വരേണ്ടതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് ഉപയോഗിക്കുന്നല്ലോ, അധികം ശക്തിയോടെ ദൈവം അവരെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിശക്തമായി കർത്താവ് അവരെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുവാൻ, ദൈവം സ്പർശിക്കുവാൻ, അവൻ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകലിൽ അവൻ കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കാം. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്തോത്രത്തോടെ നമുക്കും ആ പ്രാർത്ഥനയിൽ പങ്കുകാരാകാം. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ നന്മകൾക്കും വിടുതലിനും ഉദ്ധാരണത്തിനുമായി സ്തോത്രം. ദൈവത്തിൻ്റെ ദയ വലുതാ, ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാ. കർത്താവേ, അങ്ങയുടെ ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരോടുള്ള തൻ്റെ ദയ വലുതാ. തൻ്റെ ദയയിലും വിശ്വസ്തതയിലും കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ പരിപാലിച്ചു നടത്തി കരുതി ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച നല്ല പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. അങ്ങേ അറിയാതെ ഞങ്ങളുടെ നാവിന്മേൽ ഒന്നുമില്ല, അങ്ങേ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും അറിയുന്ന നല്ലവനായ പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരേറ്റുന്നു. ഞങ്ങളെ രക്ഷിച്ചല്ലോ പാപക്കുഴിയിൽ നിന്ന്, ശാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന്, രോഗത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങളെ വിടുവിച്ച് ഇന്ന് പകൽക്കാലം ദൈവമേ ആരാധിപ്പാനായി ഞങ്ങളെ ഇടയാക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം. മഹത്വത്തിന് യോഗ്യനെ, ഹല്ലേലൂയ. അങ്ങ് മാത്രം വലിയ ദൈവമാ, സർവശക്തനാ, നല്ലവനാ, വിടിയിപ്പാനും രക്ഷിപ്പാനും പ്രാപ്തിയുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഈ സഭായോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിച്ച് തുടങ്ങിയ നിമിഷം വരെ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാനിടയായി. ദൈവിക വിശുദ്ധിയിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ഞങ്ങളുടെ ആരാധന ദൈവം പ്രസാദിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സ്വർഗം സഹായിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനേക്കാൾ ദൈവം അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഞങ്ങളെ കാണുന്നത് പോലെ, ദൈവം ഞങ്ങളെ അറിയുന്നത് പോലെ മറ്റാരും അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം അറിയുന്നവന്, കാണുന്നവന്റെ കരങ്ങൾ ഈ സഭായോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഇറങ്ങണം, അത്യന്ത ശക്തി പകരണം. ദൈവപ്രവൃത്തി ഞങ്ങളുടെ മധ്യ ശക്തിയോടെ വ്യാപരിപ്പാനിടയാകണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ സൗഖ്യം വ്യാപരിക്കും, വിടുതൽ വ്യാപരിക്കും, അത്ഭുതം നടക്കും. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതം പ്രവർത്തിച്ച സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം വലിയ ആരാധന, വലിയ ശക്തി വ്യാപരിപ്പാൻ, ഓരോ ഹൃദയങ്ങളിൽ ദൈവശക്തി ഇറങ്ങുവാൻ, ഓരോ ശരീരത്തിലും മനസ്സിനെയും ആത്മാവിനെയും ജഡത്തെയും കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ പൊട്ടി ജനം വിടുതൽ പ്രാപിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കോളം ഇന്ന് പകൽക്കാലത്തെ ആരാധന ഇടയാക്കണം. സമാധാനമില്ലാതെ ദൈവസ്ഥലിൽ ഇരിക്കുന്നവർ സമാധാനം പ്രാപിക്കണം. ആമേൻ, ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ വിടുതൽ പ്രാപിക്കണം. ദൈവം വ്യാപരിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും കൊടുക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ദൈവം ഞങ്ങളിൽ പ്രസാദിക്കുന്ന ഒരു ആരാധനയായി തിരുവാ സ്വർഗമിടയാക്കണം. വലിയ പ്രവർത്തിക്കണം. അങ്ങയോട് അടുത്തു വരുന്നവരോട് അടുത്തു വരുന്ന ഒരു ദൈവമാണല്ലോ. ഇന്ന് പകൽക്കാലം തന്റെ മക്കള് ദൈവത്തോട് അടുത്തു വന്നിരിക്കുന്ന തന്റെ ജനത്തോട് ഹല്ലേലൂയ കരുണയും ദയയും മനസ്സലിയുള്ള പിതാവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ദൈവമേ, അവസ്ഥകൾ അറിഞ്ഞ് സംസാരിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസമായി, വിടുതലായി, ഉദ്ധാരണമായി തീരുവാൻ സ്വർഗീയ പിതാവ് സഹായിക്കണമേ. മത്താവേ, ജീവിതത്തിൽ 100 മേനി ഫലം കായ്പാനിടയാകണം. എല്ലാ ശുശ്രൂഷകളും തിരുനാമ മഹത്വമായിരിക്കണം. കർത്താവിടെ ഇറങ്ങി വരണം. ദൈവ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ദൈവ മഹത്വമാണ് ഞങ്ങൾക്ക് വേണ്ടത്, അനുഭവിക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വവും കർത്താവിന്റെ സാന്നിധ്യവും ഇതിന്റെ മധ്യം ഉള്ളതിനായ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ മധ്യം വലിയ പ്രവർത്തിക്കുവാൻ പോകുകയായ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ബന്ധിതരെ വിടുവിക്കണമേ, ആശ്വാസമറ്റവർക്ക് ആശ്വാസം പകരപ്പെടുക പകലായി തീരണം. ആത്മീയ വിഷയത്തിലും ഭൗമിക വിഷയത്തിലും ഇതിനെ മാനിച്ച ദൈവമേ, ഇത് നിമിത്തം പിന്നെയും അനുഗ്രഹിക്കപ്പെടുവാൻ, വിശാലത വരുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ സഹായിക്കണം. ഞങ്ങളെ നിറക്കണം, താവിന്റെ വരവിനായി ഒരുക്കണം. മാനുമൊത്ത് സ്വർഗം എടുക്കും. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ള മഹാദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിന് ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ലോർഡ് ശിബലോഡക്ഷമാനിവാല, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ നന്ദിയുള്ള ഹൃദയത്തോടെ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. എത്രയോ ജീവിതങ്ങൾ കണ്ണുനീരിൽ, വേദനയിൽ എണ്ണിൽപ്പാൻ കഴിയാതെ വണ്ണം, ദൈവത്തെ പാടി ആരാധിപ്പാൻ കഴിയാതെ വണ്ണം വേദനയോടെ ആയിരിക്കുമ്പോൾ നീ ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ, പാടുവാൻ ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം. ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. അപ്പാ, നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി കരയേറ്റുന്നു. നിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ട ആലോചനകൾ അതിൽ കൂടെ നൽകി ഞങ്ങളെ സമാധാനത്തോടെ അയക്കണമേ. കർത്താവേ, നിന്റെ ഹിതപ്രകാരം ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ ഞങ്ങളെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ ആയിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ആത്മാവ് നിറഞ്ഞ് പ്രസ്താവിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഹൃദയങ്ങൾക്ക് മാറ്റങ്ങളും സമാധാനത്തോടെ ആത്മീയ യാത്ര തുടരുവാൻ ഇടയാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ജീവിതങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്ന പകലായി മാറട്ടെ. അനേകരുടെ വേദനകൾ നീങ്ങുന്ന പകലായി മാറട്ടെ. അനേകരുടെ ജീവിതത്തിൽ ആത്മീയ സന്തോഷം പകരുന്ന ഒരു പകലായി മാറട്ടെ. ഈ ആരാധന
ഹല്ലേലൂയ. എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനങ്ങൾ വലിയ വിടുതലോടുകൂടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ, തീരുമാനത്തോടെ മുന്നേറുവാൻ സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാം അങ്ങയുടെ നാമം മഹത്വത്തിന് കാരണമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. ദൈവമൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ അനുഗ്രഹിച്ച കർത്താവ് ഇന്നത്തെ ഈ പകലിലും നമ്മളെ അനുഗ്രഹിക്കും, നമ്മളോട് സംസാരിക്കും. ദൈവം ചില വിടുതലുകളെ നമുക്ക് വേണ്ടി തരും, അവൻ ചെയ്യും. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തെങ്കിലായിരിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 3, 4, 5, 6 വാക്യങ്ങളാണ് വായിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 3, 4, 5, 6 വാക്യങ്ങളാണ്. ഞാൻ ആ വചനങ്ങൾ ഇവിടെ വായിക്കുകയാണ്. നിങ്ങൾക്ക് ആ വചനങ്ങൾ ശ്രദ്ധിക്കാം. പൗലോസ് കുറെ വിറകു പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അതിനകത്തെ 5-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. സ്തോത്രം. 299 വീട്ടിലെ സഭായോഗത്തിൽ പങ്കുചേരുന്ന ദൈവമക്കളെ, നമ്മൾ വായിച്ച് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ദൂത് നിങ്ങളോട് പ്രാരംഭത്തിൽ ഒന്ന് ഉറപ്പിക്കാം. സ്തോത്രം. നമുക്കൊരു ദോഷവും സംഭവിക്കത്തില്ല. സ്തോത്രം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? എനിക്കൊരു ദോഷവും സംഭവിക്കത്തില്ല, എനിക്കൊരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് പകലിൽ അവൻ ദോഷം വരുത്തുവാൻ വേണ്ടി ശത്രു ഒരുക്കിയ ചിലതിനെയൊക്കെ എൻ്റെ ദൈവം നന്മയാക്കി തീർക്കുവാൻ വേണ്ടി പോകുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ പറയും, ഇനി എന്തോ ദോഷമാ പാസ്റ്ററെ സംഭവിക്കാനുള്ളത്, ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കാനുള്ളത്? അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദോഷവും സംഭവിക്കത്തില്ല. ദോഷം വരുത്തുവാൻ ശത്രു ഒരുക്കിയ ചിലതിനെ എൻ്റെ ദൈവം നന്മയാക്കി തീർക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അക്കരങ്ങൾ വീശി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം ദോഷത്തെ നന്മയാക്കി തീർക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം ദോഷം വരുത്തുന്ന ദൈവമല്ല. സ്തോത്രം. ഈ സംഭവം നമുക്കറിയാം. പൗലോസ് അടങ്ങുന്ന ഒരു 276 പേരടങ്ങുന്ന ഒരു സംഘം കപ്പലിൽ റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതിനകത്ത് അവൻ ഒരുപാട് തടവ് പുള്ളികളുണ്ട്. ആ തടവ് പുള്ളികളിൽ ഒരുവനായിട്ടാണ് ആര്? ഈ പൗലോസ് ഉള്ളത്. സ്തോത്രം. ഈ 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ഈ കടലിനകത്ത് അസാധാരണമായ കൊടുങ്കാറ്റ് വീശുകയാണ്. വലിയ പേമാരി ഇവരുടെ ഈ കടലിന് നേരെ ഈ കപ്പലിന് നേരെ ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരും ഭയപ്പെട്ട് പേടിച്ചിരിക്കുന്ന ഒരു അനുഭവം. ഏകദേശം 14 ദിവസം സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണാതെ വല്ലാതെ ഭയപ്പെട്ട് ഭീതിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. 27-ന്റെ 20-ലേക്ക് വരുമ്പോൾ അവൻ അവിടെ ഒരു വചനം ഇങ്ങനെയാ പറയുന്നത്: രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം നശിച്ചു പോയി. അപ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത
ചിലയൊരു അനുഭവത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം 28-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ സ്വന്തം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, രക്ഷപ്പെട്ട ശേഷം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് വിചാരിച്ചെടുത്ത് ഇവർക്ക് രക്ഷയ്ക്കു വേണ്ടി ഒരു വഴി ഒരുങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, മെലീത്ത എന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റെഫ്യൂജ് എന്നാണ്. അവൻ സങ്കേതമെന്നാണ്. അവൻ എന്താ, ഇവർ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നശിച്ചുപോയി. ആ സമയത്ത് ഒരു സങ്കേതമായി ഒരു മെലീത്തി അവിടെ വെളിപ്പെടുകയാണ്. അവൻ ഇന്ന് രാവിലെ കാലം ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കില്ലേ? ഇനിയൊരു സാധ്യതയില്ലേ? അവിടെയാണ് സങ്കേതമായി ഒരുവൻ വെളിപ്പെടുന്നത്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. സ്തോത്രം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. നമുക്കറിയാം, ഈ കപ്പലൊക്കെ തകർന്ന് ഈ കപ്പലിൻ്റെ സ്തോത്രം പലകയിലൊക്കെ പിടിച്ചുകൊണ്ടാണ് കുറേ പേര് നീന്തി. നീന്താൻ അറിയാവുന്നവർ നീന്തി വരുമ്പോൾ നീന്തറിയത്തില്ലാത്തവർ ഈ കപ്പലിൻ്റെ പലകയിലൊക്കെ പിടിച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ മെലീത്തയുടെ തീരത്തേക്ക് കയറി വരുന്നത്. എന്നാൽ ഇവരുടെ ഈ വരവ് കണ്ട് ഇത് കണ്ടുകൊണ്ട് നിന്ന മെലീത്തയിലെ നിവാസികൾ, അവർക്ക് ഈ കപ്പലിലുള്ള 276 പേരെ യാതൊരു പരിചയമില്ല, ഇതുവരെ അവർ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ഒരു വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, ഈ ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചു. നോക്കിക്കേ, 276 പേരുമായിട്ട് മെലീത്തയിലെ നിവാസികൾക്ക് ഒരു ബന്ധവുമില്ല, ഇതിനു മുൻപ് കണ്ടിട്ടില്ല, ഒരു പരിചയവുമില്ല. ഒരു പരിചയവുമില്ലാത്ത അവർ ഇവരുടെ ഈ വരവ് കണ്ടിട്ട്, ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട്, ഇവര് ഈ കയറി വന്ന തണുത്തു വിറച്ചാ വരുന്നത്. അവരുടെ ആ ശരീരത്തിൻ്റെ തണുപ്പ് മാറ്റുവാൻ വേണ്ടി വിറകുകൾ കൂട്ടി, തീ കൂട്ടി അവരെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, സ്തോത്രം, ഒരു ബന്ധവുമില്ലാത്തവർ, ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, സ്തോത്രം, അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അസാധാരണമായ ദയ കാണിച്ചെങ്കിൽ, ആമേൻ, പുത്രന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എത്രമാത്രം ദയ കാണിക്കും. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ദയ അത് രാവിലെ തോറും പുതിയതാണ് കേട്ടോ. അവൻ്റെ വിശ്വസ്തത രാവിലെ തോറും പുതിയതാണ്. ഒരു ബന്ധവുമില്ലാത്ത ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചെങ്കിൽ, ആമേൻ, പുത്രന്റെ രക്തത്താൽ മക്കളാക്കി തീർന്ന നമ്മളോട് എത്രയധികം ദയ കാണിക്കും. എനിക്കെപ്പോഴാ ഒരു ദയ, എന്നോടെപ്പോഴാ ഒരു കൃപ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ഒരു ബന്ധവുമില്ലാത്ത, ഇതുവരെ പരിചയമില്ലാത്ത മെലീത്തയിലെ നിവാസികൾ 276 പേരോട് ദയ കാണിച്ചെങ്കിൽ, പുത്രന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് അവരുടെ പ്രതിസന്ധിയുടെ സമയത്ത് എത്രയധികം ദയ കാണിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ രാവിലെയും ദൈവത്തിൻ്റെ ദയ അത് പുതിയതാ. ദൈവത്തിൻ്റെ ദയ അത് പുതിയതാ. നമുക്കറിയാം, പൗലോസ് ചില വിറകുകളൊക്കെ പറക്കി ആ തീക്കകത്തേക്ക് ഇടുകയാ. ആ സമയത്താണ് അവിടെ ഒരു അണലി പൗലോസിൻ്റെ കയ്യിൽ ചുറ്റുകയാണ്. എന്നാൽ ആ അണലിയെ പൗലോസ് അവിടെ കുടഞ്ഞ തീക്കകത്തേക്ക് ഇടുക. ഈ പൗലോസിനെ അണലി കടിച്ചത് കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മുഴുവനും പറഞ്ഞു, കടലിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല, ഇവൻ ഒരു കൊലപാതകനാണ്. നിങ്ങൾക്കറിയാമോ, ആ കപ്പലിനകത്ത്, ആമേൻ, വളരെ മാന്യനായ ഒരു ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ പൗലോസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ കുറിച്ച് ആ പദം ഉപയോഗിച്ചാൽ അത് ചേരുവായിരുന്നു. കാരണം തടവ് പുള്ളികൾ അതിനകത്തുള്ള, കൊലപ്പുള്ളികളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും, അവൻ തീയുടെ ചൂട് ഇത്രയും പോരാ എന്ന് വിചാരിച്ച്, അല്പം കൂടെ തീ വേണമെന്ന് വിചാരിച്ച്, അവൻ ശരീരത്തിൽ താൻ ബലഹീനനാണെങ്കിലും തൻ്റെ അകത്ത മനുഷ്യൻ ശക്തനായതുകൊണ്ട് ആ ബലഹീനത നോക്കാതെ ഉത്സാഹത്തോടെ വിറകു പറക്കിയിട്ട ആ പൗലോസിന്റെ കരത്തിൽ അണലി കടിച്ചപ്പോൾ അത് കണ്ട ആളുകൾ പറയുകയാണ്,
ഇവൻ ഒരു കൊലപാതകനാ. ഒരു പക്ഷേ അവൻ ശരീരത്തിൽ ബലമൊന്നുമില്ലെങ്കിലും സാഹചര്യങ്ങൾ കണ്ടിട്ട്, അവസ്ഥകൾ കണ്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി നീ ഒരു കരം നീട്ടുമ്പോൾ, ഒരു പക്ഷേ നീ പോലും പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ നിനക്ക് നേരെ വരുമ്പോൾ പറയുന്ന വാക്കുകൾ എന്നെ ഭയപ്പെടുത്തരുത് കേട്ടോ. പൗലോസ് ഇതിനെ കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം. ഒത്തിരി നേരം അവരെന്ത് ചെയ്തു? നോക്കി നിന്നു. എന്തൊക്കെയോ സംഭവിക്കും. ഇവനിപ്പോ ചത്തു വീഴും, ഇവന്റെ വയറ് ഉയർത്തി ഇവനിപ്പോ എന്ത് ചെയ്യും? ഇവൻ ചത്തു വീഴും, ഇവൻ മരിക്കും. പക്ഷെ ഒത്തിരി നേരം നോക്കി നിന്നിട്ടും ഇവര് വിചാരിച്ചതുപോലൊന്നും കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ, സ്തോത്രം, ആ പറഞ്ഞവര്, കൊലപാതകനാണെന്ന് പറഞ്ഞവര് പറയുക ഇവനൊരു ദേവനാ. സ്തോത്രം. അപ്പൊ ആദ്യം ദയ കാണിച്ചു, പിന്നെ പറഞ്ഞു കൊലപാതകനാണെന്ന്, പിന്നെ പറയുക ദേവനാണെന്ന്. സ്തോത്രം. ദയ കാണിച്ചവരൊക്കെ ചിലപ്പോ, സ്തോത്രം, ആമേൻ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്തതൊക്കെ പറയും കേട്ടോ. പക്ഷെ അതിനൊന്നും അധികം കാലദൈർഘ്യമില്ല. സ്തോത്രം. പറഞ്ഞവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പറഞ്ഞവരെ കൊണ്ട്, പറഞ്ഞവരുടെ അധരങ്ങൾ കൊണ്ട് തന്നെ, ആമേൻ, ചിലതൊക്കെ എന്തു ചെയ്യും? മാറ്റി പറയിപ്പിക്കും. ആമേൻ. ഇന്ന് പകലിൽ നമ്മൾ വിശ്വസ്തതയാണ് നിന്നാൽ മതി, നമ്മുടെ നേരോടെ നിന്നാൽ മതി, നമ്മുടെ ഉത്സാഹത്തോടെ നിന്നാൽ മതി. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട്, ആമേൻ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും, ആമേൻ, മനസ്സും അടുത്ത് ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞ് പുറകോട്ടേക്ക് പിൻവലിയണ്ട. നിനക്കെതിരെ പറഞ്ഞവരെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, ഈ പൗലോസിനെ കടിച്ചത് ഒറ്റയണലിയാ. സ്തോത്രം. ഒറ്റയണലി. ഒരണലി ആയിരുന്നു എങ്കിലും ആ ഒരണലിക്കകത്ത് പല അണലികൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ഒറ്റയണലി കടിച്ചു തൂങ്ങിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ ഒറ്റയണലിക്കകത്ത് മറ്റു പല അണലികൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. സ്തോത്രം. നമുക്കറിയാം, അതിനകത്ത് മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: പൗലോസ് കുറെ വിറക് പറക്ക് തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. അപ്പൊ പുറപ്പെടുകയാ. ആരെ? അണലി പുറപ്പെടുകയാ. നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പുറപ്പെടുമ്പോൾ ഫുൾ സന്നാഹവുമായിട്ടാണ് പുറപ്പെടുന്നത്. പെട്ടെന്ന് ചാടി പുറപ്പെടത്തില്ല ആരും. സ്തോത്രം. പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ഈ അണലി പുറപ്പെട്ടു വരികയാ. എന്തിനാ? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അകത്ത് തീയുള്ള പൗലോസിനെ എന്ത് ചെയ്യണം? കടിക്കണം, കൊത്തണം. പുറപ്പെട്ടു വരികയാ. അപ്പൊ ഞാൻ ഓർമ്മിച്ചു, ഒരണലിയാണ് കടിച്ചതെങ്കിലും ആ ഒരണലിക്കകത്ത് മറ്റനേകം അണലികൾ ഉണ്ടായി. ഞാൻ വേഗത്തിൽ ഒരു 5 അണലി പൗലോസിനെ കടിച്ച ഒറ്റയണലിയുടെ അകത്ത് ഒളിച്ചിരുന്ന 5 അണലിയെ കുറിച്ച് വേഗത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കാം. ഒന്നാമത്തെ അണലി എന്ന് പറയുന്നത് വാക്കുകളുടെ അണലിയായിരുന്നു. വാക്കുകളുടെ പാമ്പ്. വാക്കുകൾ കൊണ്ട് കൊത്തുന്ന പാമ്പ്. സ്തോത്രം. വാക്കുകൾ കൊണ്ട് കൊത്തിയാൽ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 140 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴേ അണലി വിഷം ഉണ്ട്. അപ്പം അധരത്തിൻ്റെ അകത്ത് വിഷം നിറഞ്ഞിരിക്കുന്ന വാക്കുകൾ. എന്താ ഈ വാക്കുകളാകുന്ന പാമ്പ് കൊത്തിയാലുള്ള പ്രശ്നം? ഈ വാക്കുകളാകുന്ന പാമ്പ് ഒരുവന്റെ ഹൃദയത്തിനകത്ത് കൊത്തിയാൽ അത് വിഷം പോലെ പ്രവർത്തിക്കും. സ്തോത്രം. എന്നാൽ നമുക്കറിയാം, പൗലോസ് വാക്കുകൾ കൊണ്ട് തന്നെ കൊത്തിയ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ ചിലർ തൊടുത്തുവിട്ട ചില വാക്കുകൾ, അതിൻ്റെ വിഷങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ നിക്ഷേപിക്കരുത്. ഇന്ന് പകലിൽ ഈ വീട്ടിലെ സഭായോഗത്തിൽ പങ്കുകാരാകുമ്പോൾ ആരൊക്കെയോ എവിടെയോ വെച്ച് ഒരുപക്ഷെ നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കും, അവൻ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നിനക്കെതിരെ തൊടുത്തുവിട്ട ചില വാക്കുകൾ നിന്റെ ഹൃദയത്തിനകത്ത് നീ ഒരിക്കലും സൂക്ഷിച്ചു വെക്കരുത്. നീ അതിനെ കുടഞ്ഞു കളയണം. ഹൃദയത്തിനകത്ത് വാക്കുകളുടെ വിഷങ്ങൾ നമ്മൾ നിക്ഷേപിച്ചു വെക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ.
ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് സൂക്ഷിക്കേണ്ടത് വചനങ്ങളാണ്. ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വെക്കേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, വാക്കുകളുടെ പാമ്പുകൾ ഇന്നലകളിൽ നിങ്ങളെ കൊത്തിയോ? കൊത്തിയിട്ടുണ്ടെങ്കിൽ ആമേൻ, അത് ഇന്ന് പകലിൽ നിങ്ങളതിനെ വചനത്തിനകത്ത് കുടഞ്ഞു കളയണം. രണ്ടാമത്തെ അണലി, പൗലോസിനെ കൊത്തിയ രണ്ടാമത്തെ അണലി ഭയത്തിൻ്റെ അണലിയാണ്. ഭയത്തിൻ്റെ അണലി. നമുക്കറിയാം കൊത്തിയത് അണലിയാ. നമുക്കറിയാം പാമ്പിൻ്റെ പായെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടുന്ന ആൾക്കാരുണ്ട്. പാമ്പ് കൊണ്ട് പല്ലിനെ കാണുമ്പോൾ വിറയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തളർന്നു വരുന്ന പൗലോസിനെ ഈ അണലി ചുറ്റിയപ്പോൾ ഭയത്തിൻ്റെ ഒരു സ്പിരിറ്റ് തൻ്റെ അകത്ത് വ്യാപരിക്കാം. പക്ഷേ പൗലോസ് എന്താ എന്നറിയാവോ? വിശ്വാസത്തിൻ്റെ തീക്കകത്തേക്ക് പൗലോസ് ആ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം. വിശ്വാസത്തിൻ്റെ തീ. ഏതാ വിശ്വാസത്തിൻ്റെ തീ? വേദപുസ്തകത്തിനകത്ത് 365 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. അവൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ വാക്ക് പൗലോസ് എന്ത് ചെയ്യുന്നറിയാവോ? ഏറ്റുപറഞ്ഞ് എന്ന് പറഞ്ഞാൽ ആമേൻ, എന്നെ എത്ര അണലി കടിച്ചു തൂങ്ങിയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്കൊന്നും ഭവിക്കത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പകലിൽ ഭയത്തിൻ്റെ സ്പിരിറ്റിൽ ആരും എന്ത് ചെയ്യരുത്? ഭയപ്പെട്ടു പോകരുത്. രോഗത്തിൻ്റെ ഭയം, മരണത്തിൻ്റെ ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, തലമുറയെക്കുറിച്ചുള്ള ഭയം, എന്ത് ഭയമാണെങ്കിലും ഇന്ന് പകലിൽ അത് വിശ്വാസത്തിൻ്റെ തീക്കകത്തേക്ക് എന്ത് ചെയ്യണം? കുടഞ്ഞു കളയണം. മൂന്നാമത്തെ പാമ്പ് അത് നിരാശയുടെ പാമ്പായിരുന്നു. നിരാശയുടെ പാമ്പ്. പൗലോസ് എന്താ എന്നറിയാവോ? ആ നിരാശയുടെ പാമ്പിനെ വാക്തത്വമാകുന്ന തീക്കകത്തോട്ട് കുടഞ്ഞിട്ടു. സ്തോത്രം. അവൻ നമ്മളെ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അതിൻ്റെ മറുപടി ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമ്മുടെ അകത്ത് എന്തു വരും? നിരാശ വരും. ഇല്ലേ? എത്ര നാളായി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇനി ഇതിനകത്തൊരു വിടുതലില്ലേ എന്നൊക്കെ നിരാശകൾ നമ്മുടെ അകത്തേക്ക് വരും. സ്തോത്രം. പൗലോസിനെ ഈ പാമ്പ് ചുറ്റിയപ്പോൾ സ്തോത്രം ഇങ്ങനെ കുറേ സമയം ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് പൗലോസ് എന്ത് ചെയ്യുന്നറിയാവോ? വാക്തത്വത്തിൻ്റെ തീക്കകത്തോട്ട് പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. കാരണം പൗലോസിനൊരു വാക്തത്വമുണ്ട്. നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കും. ആമേൻ. പൗലോസിനറിയാം, എത്ര അണലി എൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയാലും എന്നോടുള്ള ദൈവത്തിൻ്റെ വാക്തത്വം അത് നിവർത്തിക്കും. അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്യുന്നറിയാവോ? ആ വാക്തത്വത്തിൻ്റെ തീക്കകത്തേക്ക് ഇതിനെ കുടഞ്ഞു കളഞ്ഞു. നാലാമത്തെ ഒരു പാമ്പ്, ആമേൻ, അത് പാപത്തിൻ്റെ പാമ്പാണ്. ഈ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ അകത്ത് അവിശ്വാസം നിറയും. അവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പാപമാണ്. ചില സമയത്ത് നമുക്ക് അമർഷം വരും, ചില സമയത്ത് നമുക്ക് കോപം വരും. എന്താ? ഞാൻ ഇത്ര വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചിട്ട്, ഞാൻ ഇത്ര വിശ്വസ്തയോടെ ഉത്സാഹത്തോടെ നിന്നിട്ട് എൻ്റെ കയ്യിൽ മാത്രം എന്താ, എനിക്ക് മാത്രം എന്താ ഇത്തരത്തിലുള്ള പ്രതിസന്ധി എന്നൊക്കെ ചിന്തിച്ച് കോപിക്കുവാനും ദൈവത്തോട് പാപം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അവിടെയൊന്നും പൗലോസ് ആമേൻ പാപം ചെയ്തില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്നലകളിലെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ വാക്കുകൾ കൊണ്ട്, കോപങ്ങൾ കൊണ്ടൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ, രക്തമാകുന്ന തീക്കകത്തേക്ക് ആ പാമ്പിനെ എന്ത് ചെയ്യണം? കുടഞ്ഞു കളയണം. അവസാനമായിട്ടൊരു പാമ്പ്, അതിതാണ് മനുഷ്യരുടെ തെറ്റായ വിലയിരുത്തലുകൾ എന്നൊരു പാമ്പാണ്. മനുഷ്യരുടെ തെറ്റായ വിലയിരുത്തലുകൾ എന്ന പാമ്പ് എന്ന് പറഞ്ഞാൽ ഇവൻ കൊലപാതകനാണ്. സ്തോത്രം. ഇവനിപ്പോൾ ചത്തു വീഴും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യൻ്റെ വാക്കല്ല അവസാനത്തെ വാക്ക്, ദൈവത്തിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. ഇന്ന് പകലിൽ നമ്മളത് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വാക്ക്, ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾ അതുമാത്രമേ സംഭവിക്കൂ. നന്ദിയുള്ളവരായിരിക്കും. സ്തോത്രം. ആമേൻ. പൗലോസ് പല സ്ഥലങ്ങളിലും എഴുതിയിരിക്കുന്ന ഒരു പദമാണ് നന്ദിയുള്ളവരായിരിക്കും. നമുക്ക് പൗലോസിനോട് ചോദിക്കാം, എന്താ പൗലോസേ ഈ പല സ്ഥലത്തും അങ്ങയുടെ എഴുത്തുകൾക്കകത്ത് നന്ദിയുള്ളവരായിരിക്കുമെന്ന് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത്? പൗലോസ് പറയും, സ്തോത്രം, ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത കപ്പൽ ഛേദത്തിനകത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ട് മെലീത്തിയിലേക്ക് ചെന്നപ്പോൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ, പലരും എനിക്കെതിരെ വാക്കുകളുടെ പാമ്പായി കൊത്തിയപ്പോൾ, പലപ്പോഴും ഭയത്തിൻ്റെ ഒരു പാമ്പ്
എന്നെ ആഞ്ഞു കൊത്തിയപ്പോൾ, നിരാശയുടെ പാമ്പെന്നെ കൊത്തിയപ്പോൾ, തെറ്റിദ്ധാരണയുടെ പാമ്പെന്നെ കൊത്തിയപ്പോൾ, പാപത്തിന്റെ വിഷം എൻ്റെ അകത്ത് കയറുവാൻ സാധ്യതയുള്ളപ്പോൾ, എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തിന് എനിക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ ഒരുപക്ഷെ ഒത്തിരി പാമ്പുകൾ നിങ്ങളുടെ കരത്തിൽ കൊത്തുന്നുണ്ടായിരിക്കാം. വാക്കുകളുടെ പാമ്പ്, ഭയത്തിന്റെ പാമ്പ്, നിരാശയുടെ പാമ്പ്, പാപത്തിന്റെ പാമ്പ്, മറ്റുള്ളവരുടെ വാക്കുകളുടെ വിലയിരുത്തുകളാകുന്ന പാമ്പ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സഭായോഗം തീരുന്നതിന് മുന്നമേ ആ പാമ്പുകളെ അവൻ കുടഞ്ഞു കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാവൂ. അവൻ ചില ദൈവപ്രവൃത്തികളെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, പൗലോസിനെ കടിച്ച് അണലിയെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു, അവൻ ഒരു ദോഷവും സംഭവിച്ചില്ല. കർത്താവേ, ആ വചനം ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു ദോഷവും സംഭവിക്കത്തില്ല, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ഇന്ന് പകലിൽ അവൻ അവരുടെ കരത്തിൽ അവൻ പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ചിലതിനെ കുടഞ്ഞു കളയുവാനുള്ള അധികാരം സ്വർഗം അവരുടെ മേൽ നൽകുന്നതിനായി സ്തോത്രം. സ്വർഗം അവരെ സ്വതന്ത്രമാക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.